എൻ്റെ ഒരു പേഷ്യൻറ്റിന് കുറച്ച് കാലമായിട്ട് അലട്ടുന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 17 വയസ്സുള്ള മകന് പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമിലി മെമ്പേഴ്സായിട്ട് സംസാരിക്കുന്ന സമയം അതിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം കൃത്യമായി ന്യൂസൊക്കെ ഫോളോ ചെയ്യുന്നത് കാരണവും ഇദ്ദേഹത്തിൻ്റെ സംശയം മകൻ ഡ്രഗ്സ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം നേരിട്ടിട്ടുള്ള 3 പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ആണ്. അതിൽ ഒന്നെന്ന് പറയുന്നത്, കുട്ടികളോ നമുക്ക് പ്രിയപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നോക്കേണ്ടത്. രണ്ടാമത്, എന്തെല്ലാം തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇത് കൺഫേം ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ പ്രോബ്ലം, മറ്റുള്ളവർ അറിയാതെ ഈ പ്രോബ്ലം എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഇനി അഥവാ അഡിക്ഷൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫണി. നമുക്ക് തുടങ്ങും. ഈ വീഡിയോയിൽ ഞാൻ സബ്സ്റ്റൻസ് അബ്യൂസിനെ കുറിച്ച് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അതിനോട് അഡിക്ഷൻ ആവുന്നതാണ്. അതിൻ്റെ ഉദാഹരണം മദ്യമാവാം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആവാം, സിഗരറ്റ് ആവാം, സ്മോക്കിംഗ് ആവാം, ഡിസൈനർ ഡ്രഗ്സ് ആവാം. ഇത് കൂടാതെ മറ്റ് പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് ഉപയോഗിച്ച് അതിനോട് അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം. ഈ ലക്ഷണങ്ങൾ എല്ലാ കണ്ടീഷനിലും സെയിം അല്ല. ഈ സിംറ്റംസ് എല്ലാം ഓരോ തരത്തിലുള്ള അഡിക്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്ത് തരത്തിലുള്ള സബ്സ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. ആ ഡ്രഗ് ഉപയോഗിച്ചിട്ട് എത്ര സമയം കഴിഞ്ഞു അതിനനുസരിച്ചിട്ടും സിംറ്റംസിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഇതുകൂടാതെ ഈ ഡ്രഗ് ബോഡിയിലേക്ക് എന്ത് റൂട്ട് വഴിയാണ് എത്തിയിട്ടുള്ളത്, അതായത് ഇഞ്ചക്ഷൻ വഴിയാണോ, വായിലൂടെയാണോ, ഇൻഹേൽ ചെയ്തതാണോ, അതിനനുസരിച്ചിട്ടും സിംറ്റംസിൽ വ്യത്യാസങ്ങളുണ്ടാവാം. ആൽക്കഹോൾ പോലത്തെ ഡ്രഗ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അധികം ആൾക്കാർക്കും ഉണ്ടാകുന്ന പ്രധാന സിംറ്റംസ് എന്ന് പറയുന്നത് വർത്തമാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. വാക്കുകൾ കുഴഞ്ഞു പോവാം, ജഡ്ജ്മെൻറ്റിൽ വ്യത്യാസങ്ങളുണ്ടാവാം, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ള എബിലിറ്റി മാറാം. ഈ ഗ്രൂപ്പിൽ വരുന്ന ചില ഡ്രഗ്സാണ് എത്തനോൾ, മെത്തനോൾ, ഐസോപ്രപ്പനോൾ, എത്തിലീൻ ഗ്ലൈക്കോൾ എല്ലാം. ആൽക്കഹോൾ വിഭാഗത്തിലുള്ള എല്ലാ ഡ്രഗ്സും നെർവസ് സിസ്റ്റത്തിനെ ഡിപ്രസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ബ്രെയിനിനെ തളർത്തിയിട്ടാണ് ഇത് പ്രവർത്തിച്ച് തുടങ്ങുന്നത്. പക്ഷേ മറ്റു തരത്തിലുള്ള ഡ്രഗ്സ് അങ്ങനെയല്ല. ചിലത് നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. ഈ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഡ്രഗാണ് കൊക്കെയിൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആങ്സൈറ്റി ഉണ്ടാവാം, സാധാരണത്തിലും കൂടുതലുള്ള ഉൾഭയം ഉണ്ടാവാം, ഉത്കണ്ഠ ഉണ്ടാവാം, വൈറ്റൽ സൈൻസിലെല്ലാം മാറ്റങ്ങൾ കാണും. ഇതെല്ലാം കൂടി നിൽക്കാം. വൈറ്റൽ സൈൻസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടാം, ശ്വാസം എടുക്കുന്നതിൻ്റെ റേറ്റ് കൂടാം, ഓവർ ആക്ടിവിറ്റി ആയിരിക്കും ഇതിൽ കൂടുതലും കണ്ടുവരുന്നത്. പലതരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസ് അഡിക്ഷൻ്റെ ഏത് സ്റ്റേജിലൂടെയാണ് ഈ ആൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ടും മാറ്റം ഉണ്ടാവും. അഡിക്ഷൻ 5 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് ഫസ്റ്റ് യൂസ് ആണ്. ആദ്യത്തെ തവണ ഉപയോഗിക്കുമ്പം അനുഭവപ്പെടുന്ന സിംറ്റംസ് ആണ്. ഇതിനു മുമ്പേ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഹൈ ആയിട്ടുള്ള ഫീലിങ്ങും ഇവർ അനുഭവിച്ചിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കണ്ടിന്യൂഡ് യൂസ് ആണ്. ഇവർക്ക് ഇത്തരത്തിലുള്ള ഡ്രഗ്സ് വേണ്ട എന്നുള്ളത് മനസ്സിലാക്കിയാലും ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഹൈ ഫീലിംഗ് അതിന് വേണ്ടിയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുന്ന സ്റ്റേജാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ടോളറൻസ് ആണ്. ഇവിടെ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയവർ മനസ്സിലാക്കുന്നത് മുമ്പേ ഉപയോഗിച്ച ഡോസ് മതിയാവുന്നില്ല അവർക്ക് ആ ഹൈ ഫീലിംഗ് കിട്ടാൻ. അതുകൊണ്ട് ഫസ്റ്റ് ഉപയോഗിച്ചാലും കൂടുതൽ ഡോസ് ഉപയോഗിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ആണ്. ഇവിടെ അവർക്ക് ഈ മരുന്ന് ഇല്ലാതെ നോർമലായി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഇവർക്ക് നോർമൽ ലൈഫ് ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. ഇവർക്ക് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അല്ല ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് പ്രോപ്പർ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ഇവർ നിഷേധിക്കും. ഇത് അഡിക്ഷൻ ആണെന്നുള്ളത് ഇവരെ സമ്മതിച്ചു തരില്ല. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാലും ഇതിൽ നിന്നും പിന്മാറാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അഡിക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള അഡിക്ഷൻസിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളിലോ ഇത് ഉപയോഗിക്കുന്നവരിലോ വരുന്ന പെട്ടെന്നുള്ള പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളാണ്. കൂടുതലായിട്ട് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ തീരെ ഉറങ്ങാതിരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, അത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതാവാം, കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നതാവാം, സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറയുന്നതാവാം, സംസാരിക്കുമ്പോഴുള്ള മാറ്റങ്ങളാവാം, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് ആവാം, ജിറ്റർനെസ് ആവാം, ചിലർക്ക് വൈബ്രേഷൻസും ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം പക്ഷേ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ആണെന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികളുടെ കാര്യത്തിൽ പെട്ടെന്ന് ഫ്രണ്ട്സിനെ മാറ്റുന്നതും ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി ഇത്തരത്തിലുള്ള സിംറ്റംസ് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില തരത്തിലുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് തന്നെ ചെയ്യിപ്പിച്ച് നോക്കാം. ഇതിൽ പലതരത്തിലുള്ള ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ടും ചെയ്യാൻ സാധിക്കുന്നത് യൂറിൻ ടെസ്റ്റുകളാണ്. അധിക യൂറിൻ ടെസ്റ്റിനും സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുന്ന രീതിയിലുള്ള ഇമ്മ്യൂണോ എസ്സേസ് ആണ്.
800 മുതൽ 3000 റുപ്പീസ് വരെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളുടെയൊക്കെ ഫീസ് വരുന്നത്. ബ്ലഡ് ടെസ്റ്റുകളിൽ CBC, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ ആൽക്കഹോൾ യൂസിൽ MCV എന്ന് പറഞ്ഞ വാല്യൂവിൽ മാറ്റങ്ങൾ കാണാം. അത് കൂടി നിൽക്കുന്നത് കാണാം. ബ്ലഡ് യൂറിയ നൈട്രജൻ്റെയും ക്രിയാറ്റിനിൻ്റെയും റേഷ്യോയിൽ വ്യത്യാസങ്ങൾ കാണാം. കൊക്കൈൻ പോലത്തെ ഡ്രഗ് യൂസ് ആണെങ്കിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് കാരണം ഹാർട്ട് റേറ്റ് കൂടും, ശ്വാസം വലിക്കുന്നതിൻ്റെ നിരക്ക് കൂടും, അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവാം, സൈക്കോസിസിലേക്ക് പോവാം. ഓപ്പിയോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന ഡ്രഗ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊക്കൈൻ്റെ ഓപ്പോസിറ്റ് രീതിയിലുള്ള സിംറ്റംസും സൈൻസും ആണ് കാണാറ്. അതായത് ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോവാം, ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോവാം, കൂടുതലായിട്ട് ഉറക്കം വരുന്നതും. ഇത്തരത്തിലുള്ള ടെസ്റ്റുകളെല്ലാം പ്രൈവറ്റ് ലാബ്സിൽ അവൈലബിൾ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ചിലപ്പം സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അതായത് അഡിക്ഷൻ ഉണ്ടാക്കാൻ കഴിവുള്ള തരത്തിലുള്ള മരുന്നുകൾ യൂറിനിലോ ബ്ലഡിലോ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ലീഗൽ ആയിട്ടുള്ള കേസായി മാറാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഇത് ഒളിച്ചു വെച്ച് കണ്ടുപിടിക്കാതെ ഇരിക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് നേരത്തെ കണ്ടുപിടിച്ച് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ആരും അറിയാതെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ആണ്. ഫാമിലി ഡോക്ടേഴ്സായിട്ടോ സൈക്കാട്രിസ്റ്റ് ആയിട്ടോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടോ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഡോഫുഡി ത്രൂവും ബുക്ക് ചെയ്യാവുന്നതാണ്. പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അഡിക്ഷൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. ചില സിറ്റുവേഷൻസിൽ ആൻറ്റി മരുന്നുകൾ പോലും ഡി അഡിക്ഷന് ഉപയോഗിക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് കൺസൾട്ടേഷൻസ് നടത്താനും ഓൺലൈൻ കൺസൾട്ടേഷൻസ് തന്നെയാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ എന്ന് പറയുന്നത്. ഡോഫോഡിയിൽ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലോ മതിയോ. ചില ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോൾസ് പോസിറ്റീവ്സ് വരാറുണ്ട്. അതായത് ആക്ച്വലി ഡ്രഗ് അഡിക്ഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ടെസ്റ്റിൻ്റെ റിസൾട്ട് തെറ്റായിട്ട് പോസിറ്റീവ് എന്ന് കാണിക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൺഫർമേറ്ററി ടെസ്റ്റും ചെയ്ത് നോക്കേണ്ട ആവശ്യം വരാറുണ്ട്. എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ലോങ് ടേം റിസൾട്ട്. ഡ്രഗ് അഡിക്ഷൻ വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം വിൽ പവർ ഉപയോഗിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിന് പ്രോപ്പറായിട്ടുള്ള മെൻ്റൽ സപ്പോർട്ടും സൈക്കോ തെറാപ്പിയും ചില സിറ്റുവേഷൻസിൽ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.